മോഷൻ ഡിറ്റക്ഷൻ ചെയ്തിരിക്കുന്ന ആ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോയിൽ ഹ്യൂമൻ വെഹിക്കിൾ അതുപോലെ തന്നെ ഈ പിക്ചർ ക്വാളിറ്റി ആണ് വേണ്ടത്, നല്ല ഡീകോഡിംഗ് പവർ വേണം, അതുപോലെ തന്നെ കുറേ നാളത്തേക്ക് വീഡിയോ സ്റ്റോർ ചെയ്ത് വെക്കണം. പക്ഷേ നിങ്ങൾക്ക് അലേർട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹിക്യുവിഷൻ്റെ ഏറ്റവും പുതിയ NVR ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ടുള്ള NVRകളാണ്. അതായത് NX സീരീസിൽ വരുന്ന NVRകൾ. പണ്ടുണ്ടായിരുന്നത് NI സീരീസ് NVRകളായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് K1, K2 എന്ന് പറഞ്ഞ 2 സീരീസിൽ വരുന്ന NVRകളാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഇത് K1 സീരീസ് NVR ആണ്. അതായത് ഇതൊരു ചെറിയ NVR ആണ്. അതുപോലെ ഇത് K2 സീരീസ് NVR ആണ്. അല്പം കൂടെ വലിപ്പമുള്ള NVR ആണ് K2 സീരീസ് NVR. ഈ വലിപ്പത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ NVRനകത്ത് നമുക്ക് ഒരു സിംഗിൾ ഹാർഡ് ഡിസ്കും ഈ വലിയ NVRനുള്ളിൽ നമുക്ക് 2 ഹാർഡ് ഡിസ്കും ഇടാൻ സാധിക്കും. ഇപ്പം പ്രധാനമായിട്ടും ഇതാണ് വ്യത്യാസമെങ്കിലും ഇതിനകത്ത് അല്ലാതെയും കുറേ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ K1, K2 സീരീസ് NVR ഹിക്യുവിഷൻ്റെ ഏറ്റവും പുതിയ ഫേംവെയർ വന്നപ്പോഴത്തേക്കും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്താണ് അക്യൂസെൻസ് എന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അക്യൂസെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറയ്ക്ക് മനുഷ്യരെയും വാഹനങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളെയും തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചർ ക്യാമറയ്ക്കുള്ളിൽ എനേബിൾഡ് ആണ്. അത് ചിലപ്പോൾ ക്യാമറയ്ക്കുള്ളിലാകാം, അതല്ലെങ്കിൽ NVRൻ്റെ ഉള്ളിലാകാം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന NVRൻ്റെ കാര്യത്തെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ K1 സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു കുഞ്ഞ് NVR ആണ്. K2 എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിപ്പമുള്ള NVR ആണ്. അപ്പോൾ K1ൽ ഈ ഒരു അക്യൂസെൻസ് ഫീച്ചർ വർക്ക് ആകുമ്പോഴും K2ൽ വർക്ക് ആകുമ്പോഴും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ K1 സീരീസിൽ നമ്മുടെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ K1ൽ നമുക്ക് ഒരു ഒറ്റ ക്യാമറയ്ക്ക് മാത്രമാണ് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ K2ൽ നമുക്ക് ബേസ്ഡ് ഓൺ NVR 2 ക്യാമറകൾക്ക് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ മോഷൻ ഡിറ്റക്ഷൻ 2.0 എന്നുള്ളൊരു ഫീച്ചർ ഉണ്ട്. അത് നമ്മുടെ K1 സീരീസ് NVRലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ക്യാമറയിൽ മാത്രമാണ് എനേബിൾ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ K2 സീരീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ക്യാമറകളിലും ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ മോഷൻ ഡിറ്റക്ഷൻ 2.0? മോഷൻ ഡിറ്റക്ഷൻ 2.0 എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ ക്യാമറയുടെ പ്ലേബാക്ക് നോക്കുന്ന സമയത്ത് മോഷൻ ഡിറ്റക്ഷൻ ചെയ്തിരിക്കുന്ന ആ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോയിൽ ഹ്യൂമൻ വെഹിക്കിൾ അതുപോലെ തന്നെ ഇവൻ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. അതായത് പ്ലേബാക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ K2 സീരീസ് വയ്ക്കുകയാണെങ്കിൽ എല്ലാ ക്യാമറകളിലും ആ ഒരു ഫീച്ചർ നമുക്ക് കിട്ടും. K1 ആണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറയിൽ മാത്രമാണ് ഈ ഒരു മോഷൻ ഡിറ്റക്ഷൻ ഫീച്ചർ വർക്ക് ആകുന്നത്. ഈ ഫേസ് ഡിറ്റക്ഷൻ്റെ കാര്യം പറയുവാണെങ്കിൽ 2 NVRകളിലും K1ലും അതുപോലെ തന്നെ K2ലും ഒരൊറ്റ ക്യാമറയിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫേസ് ഡിറ്റക്ഷൻ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ K1ലാണെന്നുണ്ടെങ്കിൽ 4 MP ക്യാമറ വരെയാണ് അതിനകത്ത് ഫേസ് ഡിറ്റക്ഷനിൽ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ K2ൽ നമുക്ക് 8 MP ക്യാമറ അതായത് 4K ക്യാമറ വരെ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഫേസ് പിക്ചർ കമ്പാരിസൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ K1 സീരീസ് NVRനകത്ത് നമുക്ക് 2 ക്യാമറകളിലാണ് ഫേസ് പിക്ചർ കമ്പാരിസൺ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ K2 സീരീസിനകത്ത് നമുക്ക് 4 ക്യാമറകളിൽ വരെ ഫേസ് പിക്ചർ കമ്പാരിസൺ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല ഫേസ് പിക്ചർ ലൈബ്രറിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം 16 ഫേസ് പിക്ചർ ലൈബ്രറീസ് 2 NVRലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ K1 സീരീസ് NVRനകത്ത് നമുക്ക് 5000 പിക്ചേഴ്സ് വരെ മാത്രമാണ് ഇതിനകത്ത് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ K2 സീരീസ് NVRനകത്ത് 20,000 ഫേസ് പിക്ചേഴ്സ് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളൊരു വ്യക്തിയുടെ മുഖം ഇതിനകത്ത് കയറ്റുന്ന ആ ഒരു കാര്യമല്ല കേട്ടോ പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ പിക്ചർ നമുക്ക് ഈ ഒരു NVRലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ 5000 പിക്ചേഴ്സ് വരെ ആ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ 16 ഫേസ് പിക്ചർ ലൈബ്രറി ആയിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാൻ സാധിക്കും. പക്ഷേ K2 സീരീസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 16 ഫേസ് പിക്ചർ ലൈബ്രറി തന്നെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ 20,000 പിക്ചേഴ്സ് വരെ ഇടാൻ സാധിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഫേസ് ഡിറ്റക്ഷനകത്തും അതുപോലെ ഫേസ് പിക്ചർ കമ്പാരിസനൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ കൂടെ ആക്യുറസി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള K1, K2 NVRകളുടെ പ്രത്യേകതയായിട്ട് വരുന്നതെങ്കിലും നമുക്ക് നല്ല ഹയർ റെസൊല്യൂഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യണം, അതുപോലെ തന്നെ നല്ല ഡീകോഡിംഗ് പവർ വേണം, ഒരുപാട് നാൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും K1, K2 ഒന്നും NVR എടുക്കാൻ പോകരുത്. നിങ്ങൾക്ക്
അതിന് ഏറ്റവും നല്ല NVR ഇപ്പോൾ പുതുതായിട്ട് ഇക്വേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് M സീരീസ് NVR. ഇപ്പോൾ നമ്മുടെ ഈ NVRകൾ K1 K2 ഒക്കെ വരുന്ന ഈ K സീരീസ് NVR എന്ന് പറഞ്ഞാൽ പ്രോ സീരീസിൽ വരുന്നതാണ്. അതായത് ഇക്വേഷനിലെ 4 കാറ്റഗറി ആയിട്ട് NVRകളെയും അതുപോലെ തന്നെ ക്യാമറകളെ അവർ തിരിച്ചിട്ടുണ്ട്. വാല്യൂ സീരീസ്, പ്രോ സീരീസ്, അതുപോലെ തന്നെ അൾട്രാ സീരീസ്, ഡീപ്പ് ഇൻ വ്യൂ സീരീസ് എന്ന് പറഞ്ഞിട്ട് 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രോയിൽ വരുന്നതാണ് ഈ K സീരീസ് NVRകളൊക്കെ തന്നെ. പക്ഷേ നമുക്ക് അൾട്രാ സീരീസിൽ ഇപ്പോൾ M സീരീസ് NVR എന്ന് പറഞ്ഞിട്ട് അവർ NVRകൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ NVRൻ്റെ പ്രത്യേകത വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ M സീരീസ് NVRന് K സീരീസ് NVRന് വെച്ച് നോക്കുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പിക്ചർ ക്വാളിറ്റിയാണ് വേണ്ടത്, നല്ല ഡീകോഡിങ് പവർ വേണം, അതുപോലെ തന്നെ കുറേ നാളത്തേക്ക് വീഡിയോ സ്റ്റോർ ചെയ്ത് വെക്കണം. പക്ഷേ നിങ്ങൾക്ക് അലേർട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ NVR എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള NVR ഒരിക്കലും K സീരീസ് അല്ല, അത് M സീരീസ് ആണ്. M സീരീസിൽ ഇതിനേക്കാളും കുറച്ചുകൂടെ പ്രൈസ് കൂടുതലാണ്. ഇതിപ്പോൾ ഈ ചാനൽ നമ്മുടെ ഈ ഒരു K1 ആണ് അതിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 7000 പ്ലസ് GST വരും. ഇതാണ് 8500 പ്ലസ് GST. അതാണ് ഏതാണ്ട് ഇതിൻ്റെ ഒരു പ്രൈസ്. എക്സാക്റ്റ് പ്രൈസ് അല്ല, ചിലപ്പോൾ കൂടാതെ ചിലപ്പോൾ കുറയാതെ ഓരോരോ സമയത്തിനനുസരിച്ച് മാറ്റം വരും. പക്ഷേ എന്തായാലും M സീരീസ് NVR എടുക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് കൂടുതലായിരിക്കും. പക്ഷേ നല്ല പവർ ഉണ്ട്, ഡീകോഡിങ് കേപ്പബിലിറ്റിയും അതുപോലെ തന്നെ റെക്കോർഡിംഗ് റെസൊല്യൂഷനൊക്കെ ഭയങ്കരമായിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് യൂസിനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ M സീരീസ് നോക്കുവാണെങ്കിൽ അതുകൂടെ നല്ലതായിരിക്കും. പക്ഷേ നിങ്ങളൊരു ഹോം യൂസിനാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ അലേർട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും താല്പര്യം. പക്ഷേ ഞാൻ ചില ആളുകളോട് സംസാരിക്കുമ്പോഴത്തെ ചില കസ്റ്റമേഴ്സിന് അലേർട്ട് അങ്ങനെയുള്ളതൊന്നും വേണ്ട, അവർക്ക് നല്ല രീതിയിൽ ഒന്ന് റെക്കോർഡായാൽ മതി എന്ന് മാത്രമാണ് പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ M സീരീസ് NVR നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും M സീരീസ് NVR എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ടൊന്നും അവൈലബിൾ ആയിട്ടുള്ള NVR അല്ല. ഈ NVRകൾ തന്നെ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ ഓൺലൈൻ എടുത്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ വാറണ്ടി ഗ്യാരണ്ടി അങ്ങനെയുള്ള സംഗതികളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇക്വിഷൻ്റെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള നെക്സ സിസ്റ്റത്തെ പോലുള്ള സ്ഥാപനത്തിലാണ് നിങ്ങൾക്ക് M സീരീസ് NVRകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഏത് NVRകൾ പർച്ചേസ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ രീതിയിൽ ക്യാമറകൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇൻസ്റ്റലേഷൻ ചെയ്യണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഞാൻ പറഞ്ഞാലും കേരളത്തിൻ്റെ ചില സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യുന്നില്ല. താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ഇട്ട് നിങ്ങളുടെ ലൊക്കേഷൻ വാട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സർവീസ് അവൈലബിൾ ആണോ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.